കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് സന്തോഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. സന്തോഷെ, കാസർഗോഡും കണ്ണൂരും രണ്ട് ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഈ മലയോര മേഖലയൊക്കെ ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ കൂടിയാണ്. എങ്ങനെയൊക്കെയാണ് അവിടെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ജനങ്ങൾക്ക്? ഭദ്ര, കണ്ണൂരിൽ മഴയുടെ കാലാവസ്ഥ തന്നെയാണ്. ശക്തമായ മഴ ഇന്നലെ രാത്രിയും പുലർച്ചെയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 മണിക്കൂർ നേരത്തോളമായി മഴ മാറി നിൽക്കുകയാണ്. മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. ഏത് സമയത്തും ശക്തമായ മഴ പെയ്യുന്നതിനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തരമായി യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലും തീരദേശ മേഖലയിലുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ കനത്ത അതിതീവ്ര മഴയുണ്ടായാൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള മേഖലകളാണ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകൾ ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളും. അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ള മുന്നറിയിപ്പ് ഇന്നലെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ താലൂക്കുകളിൽ തഹസിൽദാർമാർക്കും അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്കും ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്വാറികൾക്ക് 3 ദിവസത്തേക്ക് ചെങ്കൽ ക്വാറി, കരിങ്കൽ ക്വാറി ഉൾപ്പെടെയുള്ള ഖനന പ്രവർത്തനങ്ങൾക്ക് 3 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും 3 ദിവസങ്ങളിലേക്ക് ഈ അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തീരദേശ മേഖല ഉൾപ്പെടുന്ന കണ്ണൂർ താലൂക്കിലെയും തലശ്ശേരി, പയ്യന്നൂർ താലൂക്കുകളിലെ തീരദേശ മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ശക്തമായ തിരമാല അടിക്കാനുള്ള ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ ഇന്ന് കാസർഗോഡ് ജില്ലയിലും റെഡ് അലർട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. കാസർഗോഡ് ജില്ലയിലും ഈ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. റാണിപുരം ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം ഇന്ന് അനുവദിക്കില്ല എന്ന് കലക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിൽ കൂടിയും മഴയുടെ ഒരു അന്തരീക്ഷം തന്നെയാണ് തുടരുന്നത്. ഭദ്ര. ശരി സന്തോഷ്, എന്തായാലും സംസ്ഥാനത്ത് തീവ്ര മഴ തുടരുന്ന സാഹചര്യം 2 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഒപ്പം തന്നെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ പ്രതിനിധികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണം. അതായത് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, മലയോര മേഖലകളിലേക്ക്, അതുപോലെ തന്നെ ഈ തീരദേശ മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിൽ മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാനും പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്.